രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ബന്ധം സമകാലിക ഇന്ത്യൻ മണ്ണിൽ വളരെ ദൃഢമാണ്. മുമ്പ് തമിഴ്നാട്ടിലും തെലുങ്കുദേശത്തും ഹിന്ദി ഭൂമിയിലും അത് കണ്ടിരുന്നെങ്കിൽ ഇന്നത് കേരളത്തിന്റെ മണ്ണിലും ചിരപരിചിതമായിരിക്കുന്നു. KB ഗണേഷ് കുമാറിനും ഇന്നസെന്റിനും മുകേഷിനും പിന്നാലെ സുരേഷ് ഗോപിയും പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക്. അധികാരത്തിന്റെ ചെങ്കോലെന്തുന്ന രാഷ്ട്രീയക്കാരനായുള്ള സുരേഷ് ഗോപിയുടെ പുതിയ റോളും സൂപ്പർ ഹിറ്റാകുമെന്നാണ് ആരാധകരും അഭ്യുദയകാംക്ഷികളും പ്രതീക്ഷിക്കുന്നത്. കാണാം ടേക്ക് 1. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന EK നയനാർക്കും അച്യുതാനന്ദനും വേണ്ടിയുള്ള താരപ്രചാരകനിൽ നിന്നും ഇന്ന് ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്കൊപ്പം വിജയിച്ച സ്ഥാനാർത്ഥികളിൽ നിരവധി സിനിമാ താരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ബോളിവുഡ് താരം കങ്കണ റണൌത്താണ് സൂപ്പർ താരം. ഹിമാചൽ പ്രദേശിലെ മണ്ഡി മണ്ഡലത്തിൽ BJP ടിക്കറ്റിൽ മത്സരിച്ച കങ്കണ മിന്നും വിജയമാണ് സ്വന്തമാക്കിയത്. മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെ 74,755 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു മണ്ഡി മണ്ഡലം. എന്നാൽ കങ്കണയുടെ അപ്രതീക്ഷിത വിജയം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചു. 6 തവണ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്രയുടെ മകൻ എതിരാളിയായ തെരഞ്ഞെടുപ്പിൽ കങ്കണയുടെ കന്നിയംഗം രാജ്യമൊട്ടാകെ ശ്രദ്ധ നേടിയിരുന്നു. ദൂരദർശനിലെ രാമായണം TV സീരിയലിലെ ശ്രീരാമനെ അവതരിപ്പിച്ചതിലൂടെ പ്രശസ്തനായ അരുൺ ഗോവിലിന്റെ വിജയം പ്രതീക്ഷിച്ചതായിരുന്നു. വെള്ളിത്തിരയിലെ അന്നത്തെ ശ്രീരാമനെ ഇന്നും അരുൺ ഗോവിലിൽ കാണുന്ന ആളുകളുടെ മനോഭാവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ടേക്ക് 1 പരാമർശിച്ചതാണ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും BJP ടിക്കറ്റിൽ മത്സരിച്ച അരുൺ ഗോവിൽ തുടക്കത്തിൽ തിരിച്ചടി നേരിട്ടെങ്കിലും സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി സുനിത വർമ്മയെ 10,585 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. ഇന്ത്യൻ സിനിമയുടെ ഡ്രീം ഗേൾ ഇത് 3ാം തവണയാണ് പാർലമെന്റിലെത്തുന്നത്. മധുര മണ്ഡലത്തിൽ നിന്നും ബോളിവുഡ് മുൻ നായിക ഹേമമാലിനിയുടെ തുടർച്ചയായ വിജയം. ,93,407 വോട്ടുകളുടെ മാർജിനോടുകൂടിയായിരുന്നു BJP സ്ഥാനാർത്ഥിയായ ഹേമമാലിനിയുടെ വിജയം. 1999-ലായിരുന്നു ഹേമമാലിനി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 2003-ൽ ഹേമമാലിനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 2010-ൽ BJP ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. 2011-ൽ വീണ്ടും രാജ്യസഭാംഗം. 2014-ലാണ് RLD നേതാവ് ജയന്ത് ചൗധരിയെ തോൽപ്പിച്ച ഹേമമാലിനി മധുര മണ്ഡലത്തിൽ നിന്നും MP ആകുന്നത്. 2019-ലും ഇത് ആവർത്തിച്ചു. നായകന്മാരെക്കാൾ ഈ വില്ലനെ സ്നേഹിച്ചതിന് എല്ലാവർക്കും നന്ദിയെന്ന് ബോളിവുഡ് താരവും MP-യുമായ ശത്രുഘ്നൻ സിൻഹ പറഞ്ഞപ്പോഴെല്ലാം ആളുകൾ കൈയടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് വളരെ മുൻപരിചയമുള്ളയാളാണ് ശത്രുഘ്നൻ സിൻഹ. വാജ്പേയി സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നീട് കോൺഗ്രസ് വഴി തൃണമൂൽ കോൺഗ്രസിലെത്തിയ സിൻഹ 2022-ൽ അസൻസോളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ടാണ് പാർലമെന്റിലെത്തിയത്. വീണ്ടും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 59,564 വോട്ടുകൾ നേടി ശത്രുഘ്നൻ സിൻഹ മണ്ഡലത്തിൽ വിജയിച്ചു. ഭോജ്പൂരി ബംഗാളി ഭാഷാ സിനിമകളിൽ നിന്നുമാണ് മറ്റു താരങ്ങൾ ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഭോജ്പൂരി താരങ്ങളായ മനോജ് തിവാരിയും രവി കിഷനും BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് മത്സരിച്ച മനോജ് തിവാരി ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി കനയ്യകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു രവി കിഷൻ വിജയിച്ചത്. ബംഗാളി സിനിമാ താരങ്ങളായ ദേവ് അധികാരി, രചന ബാനർജി, ശതാബ്ദി റോയ് എന്നിവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായും ലോക്സഭയിലെത്തിയിരിക്കുന്നു. സിനിമാ താരങ്ങളെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിച്ച് വിജയം കൊയ്യുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. താരപ്പകിട്ടും ജനങ്ങളുടെ കൗതുകവും വോട്ടായി മാറുമെന്ന ഉറപ്പാണ് സിനിമാക്കാരെ സ്ഥാനാർത്ഥികളാക്കി പാർട്ടികൾ രംഗത്തിറക്കുന്നത്. എന്നാൽ ആക്ഷനും കട്ടിനുമിടയിലുള്ള അഭിനയമല്ല പൊതുപ്രവർത്തനം. അതിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും പരിഹരിക്കുവാനും കഴിയണം. സിനിമയെന്ന പ്രിവിലേജിൽ നിന്നും പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തുമ്പോൾ വിജയിച്ചു വന്ന ഓരോ സിനിമാ താരങ്ങൾക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം.